നമ്മൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ്. ആ ആംബുലൻസിന് അത്യാവശ്യം പലപ്പോഴും അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ ഇനി അങ്ങനെ തോന്നും പോലെ ആംബുലൻസുകൾക്ക് നിരക്ക് ഈടാക്കാൻ കഴിയില്ല. ആംബുലൻസ് സർവീസുകളുടെ തീവെട്ടിക്കൊള്ള തടയാൻ നടപടിയുമായി സർക്കാർ രംഗത്തെത്തുകയാണ്. ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിജ്ഞാപനമായി 20 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് 2500 രൂപയാണ് കുറഞ്ഞ നിരക്ക്. മൊബൈൽ ഐസിയു സംവിധാനമുള്ള ഡി ലെവൽ ആംബുലൻസിന് മിനിമം ചാർജ് അതായത് 20 കിലോമീറ്റർ വരെ 3000 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. പുതുക്കിയ വിജ്ഞാപന പ്രകാരം ഇത് 2500 രൂപയായി കുറയും. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 50 രൂപ വീതം അധികമായി നൽകണം. 1 മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 350 രൂപ വീതം വെയിറ്റിംഗ് ചാർജായും നൽകേണ്ടി വരും. സി ലെവൽ AC ട്രാവലറുകൾക്ക് നിലവിലെ നിരക്കായ 1500 രൂപ തന്നെ തുടരും. മിനിമം കിലോമീറ്ററിന് ശേഷം 40 രൂപ വീതം അധികമായി നൽകേണ്ടി വരും. 200 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. ബി ലെവൽ നോൺ AC ട്രാവലറുകൾക്ക് നിലവിലെ 1200 രൂപ 1000 രൂപയായും കുറയും. 30 രൂപയാകും അധികമായി ഓടുന്ന കിലോമീറ്ററിന് നൽകേണ്ടി വരിക. വെയിറ്റിംഗ് ചാർജ് ആകട്ടെ 200 രൂപയും. 20 കിലോമീറ്ററിന് 900 രൂപ നിലവിലുണ്ടായിരുന്ന എ ലെവൽ AC ആംബുലൻസുകൾക്ക് 800 രൂപയാകും ഇനി ഈടാക്കുക. ഓക്സിജൻ സഹായം ഉറപ്പുവരുത്തുന്നതിന് മണിക്കൂറിന് 200 രൂപയും നൽകേണ്ടി വരും. 25 രൂപയാകും അധിക കിലോമീറ്ററിന് നൽകേണ്ടി വരിക. വെയിറ്റിംഗ് ചാർജ് ഓരോ അധിക മണിക്കൂറിനും 200 രൂപയും. നോൺ AC മിനി ആംബുലൻസുകളുടെ നിരക്ക് നിലവിലെ 700 രൂപയിൽ നിന്ന് 600 രൂപയായും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അധിക കിലോമീറ്ററിന് 20 രൂപയാകും നൽകേണ്ടി വരിക. 150 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. അതേസമയം സർക്കാർ തീരുമാനത്തോട് ആംബുലൻസ് ഉടമകളുടെ പ്രതികരണം ഇങ്ങനെ: 10 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന ആ രീതിയിൽ തന്നെ തിരിച്ചു വരുന്ന കിലോമീറ്റർ ചേർത്താണ് 2500 രൂപ പറഞ്ഞിരിക്കുന്നത്. അതിലുപരി ഗവൺമെൻറ് നമ്മളോട് മുന്നോട്ട് വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ റിഡക്ഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഓടുന്ന ഓട്ടങ്ങളിൽ റിഡക്ഷൻ നൽകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും അധികം ഓടുന്ന കിലോമീറ്ററുകളിൽ പെർ കിലോമീറ്റർ ആംബുലൻസിന് 50 രൂപയാണ് ICU ആംബുലൻസ് പറഞ്ഞിട്ടുള്ളത്. അത് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ അത് 100 രൂപയായി വരും. എന്നാൽ മന്ത്രിയുടെയും മറ്റുമൊക്കെ ഗവൺമെൻറ്റേയും മറ്റുമൊക്കെ അഭ്യർത്ഥന പ്രകാരം അതിൽ നിന്ന് 20% കുറച്ചു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകീകൃത നിരക്ക് നിർണ്ണയം മുമ്പേ നടപ്പാക്കേണ്ടതായിരുന്നു എന്ന നിലപാടിലാണ് ആശുപത്രികളിലെത്തുന്ന സാധാരണക്കാർ. ഇപ്പോൾ ICU ആംബുലൻസിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് 2500 സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ല ഒരു തീരുമാനമാണ്. പക്ഷേ സ്വകാര്യ മേഖലയിൽ ആംബുലൻസുകൾ 7000, 8000 രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ പാവപ്പെട്ട ഈ ലോക്കലായി ഓടുന്നവർ 3000 രൂപ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിലും കുറച്ചാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും സർക്കാരിന്റെ പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമുള്ള ഈ തീരുമാനത്തെ സാധാരണ ജനങ്ങളും രോഗികളും ആംബുലൻസ് ഡ്രൈവർമാരും അത് സ്വാഗതം ചെയ്യാണ്. അവരുമായിട്ട് ചർച്ച നടത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവരും അത് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. BPL വിഭാഗക്കാരായ രോഗികളുമായി പോകുമ്പോൾ ഡി ലെവൽ ICU ആംബുലൻസുകളുടെ വാടക നിരക്കിൽ 20% തുക കുറച്ചേ ഈടാക്കാവൂ എന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് വിജ്ഞാപനം നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ആംബുലൻസ് നിരക്കിൽ സർക്കാർ ഇടപെടലുണ്ടാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.